നമസ്കാരം. ഇന്ന് മാപ്രകൾക്കിട്ട് നല്ല ഒന്നാന്തരം കൊട്ടുകൊടുത്താണ് വി.ഡി. സതീശൻ തൻ്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് പോയത്. ഇംഗ്ലീഷ് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. മനുവാദിയായ നേതാക്കന്മാർ കോൺഗ്രസിൽ പെരുകയാണ് എന്ന തരത്തിലുള്ളൊരു ചോദ്യം ഇതിനിടയിൽ ഇംഗ്ലീഷ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം കൊടുത്ത ഒരു മറുപടിയുണ്ട്. അതായത് വി.ഡി. സതീശൻ്റെ മൂകാംബിക ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഞാൻ ഒരു ഹിന്ദു എന്ന നിലയിൽ എനിക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള അധികാര അവകാശമുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിൽ പോകുവാൻ ഭരണഘടനാപരമായി എനിക്ക് അവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും ഒരു റൈറ്റുമില്ല. കഴിഞ്ഞ 37 വർഷമായിട്ട് ആ ക്ഷേത്രത്തിൽ ദർശനം ഞാൻ നടത്തുന്നു, ഇനിയും പോകും. ഞാനൊരു പ്രൗഡ് ഹിന്ദുവാണ് എന്ന് വിളിച്ചു പറയുകയായിരുന്നു ഇന്ന് വി.ഡി. സതീശൻ മാധ്യമപ്രവർത്തകരോട്. ഇങ്ങനെ പറയാൻ ശേഷിയുള്ള അപൂർവം മുഖ്യമന്ത്രിമാരിൽ ഒരാളായി മാറുകയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തായാലും നല്ല രീതിയിലുള്ള പണി തന്നെയാണ് മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ വി.ഡി. സതീശനെ ചെന്ന് കണ്ടു. അതൊരു തെറ്റായി പോയില്ലേ എന്നൊക്കെയുള്ള മാപ്രകളുടെ ചോദ്യത്തിനും അദ്ദേഹം നല്ല ഒന്നാന്തരം മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. അവർ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നവരാണ്, അവരുടെ കൂടി മുഖ്യമന്ത്രിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അവർക്ക് എന്നെ വന്ന് കാണാം, അതിൽ എന്താണ് തെറ്റ്? പക്ഷേ അവർ ആ ചോദിച്ച ചോദ്യത്തിന് മറ്റൊരു ലക്ഷ്യവും കൂടിയുണ്ട്, മറ്റൊരു ഉദ്ദേശവും കൂടിയുണ്ട്. അത് NSSന്റെ ജനറൽ സെക്രട്ടറി നമ്മുടെ പെരുന്നാ പോപ്പിന് കാണാനുള്ള അവസരം കൊടുത്തില്ലല്ലോ എന്നായിരുന്നു ആ ചോദ്യത്തിൻ്റെ ധ്വനി. പക്ഷേ അതിനും ചേർത്ത് അദ്ദേഹം കൊടുത്തു, NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് കാണാനുള്ള അവസരമൊക്കെ ഒരുക്കി കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം വന്ന് കണ്ടില്ല, കാണാമെന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന രീതിയിലാണ്. എന്തായാലും നല്ല രീതിയിലുള്ള മറുപണി തന്നെയാണ് NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് കൊടുത്തത്. അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരെ കണ്ടതുകൊണ്ട് യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. അവർ ഈ നാട്ടിൽ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ്, നിയമപരമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ ഇനി കാണുക തന്നെ ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു മറുപടി അവിടെ കൊടുത്തിട്ടുള്ളത്. മീഡിയ വൺ അടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. മീഡിയ വണ്ണിന് ഇപ്പോഴേ കുരുമുട്ടി കാരണം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് വി.ഡി. സതീശന് ഉപദേശമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും തങ്ങളുടെ ഉപദേശങ്ങളൊന്നും ഇപ്പോൾ ഫലിക്കുന്നില്ല എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ചിറകിൽ കയറിയാണല്ലോ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. അതിനുള്ള നന്ദി അദ്ദേഹം കാണിക്കുന്നില്ല എന്നൊരു വാദം അവർക്കുണ്ട്, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഒന്ന് ഗൗനിച്ചേക്കണേ എന്ന രീതിയിലാണ് പലപ്പോഴും ഈ അടുപ്പുകൂട്ടി ചർച്ചകളൊക്കെ നടത്തിപ്പോകുന്നത്. അതിൽ ഒരു പ്രയോജനവും ഇല്ല എന്ന് ഇന്നത്തോടെ അവർക്ക് ബോധ്യപ്പെട്ടു. ഞാനൊരു പ്രൗഡ് ഹിന്ദുവാണ് എന്ന് പറയുന്ന തരത്തിൽ ഒരു മുഖ്യമന്ത്രി വരുന്നത് തന്നെ ഏറ്റവും അഭിമാനകരമായ കാര്യം തന്നെയാണ്. അല്ലാതെ അവിടെയാണോ നിങ്ങളുടെ ഗോപാലകൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് പണ്ട് കംസൻ ചോദിച്ചതുപോലെ ചോദിക്കുന്ന മുഖ്യമന്ത്രിയല്ല കേരളത്തിന് ആവശ്യം എന്ന് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ പ്രതികരിക്കുന്നത്.